സാറേ നമസ്കാരം. ഞാൻ വളരെ ചെറിയ വീഡിയോ ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഒരു ടെൻഡർ ഡ്രോയിങ് ആണ്. നമ്മുടെ ഇൻഡോർ യൂണിറ്റ്സ്, ഔട്ട്ഡോർ യൂണിറ്റ്സ്, ഏത് ടൈപ്പ് ഓഫ് എയർ കണ്ടീഷണർ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്പീഡിൽ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇത് നമ്മുടെ പ്ലാനിന്റെ ടോപ്പ് വ്യൂ. ഇവിടെ ചില ക്യാബിൻസ് ഉണ്ട്, ചില ഓപ്പൺ സ്പേസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് പ്രിഫർ ചെയ്തിരിക്കുന്ന എയർ കണ്ടീഷണറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് VRV ടൈപ്പാണ്. അപ്പോൾ VRV വരുമ്പം ഏത് യൂണിറ്റ് ആണോ പ്രവർത്തിക്കുന്നത് ആ യൂണിറ്റിന്റെ മാത്രമേ പവർ കൺസ്യൂം ചെയ്യത്തുള്ളൂ. അതേപോലെ ഒരു ഔട്ട്ഡോർ യൂണിറ്റും മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻഡോർ, ഫ്ലോർ സ്റ്റാൻഡിങ്ങോ കാസറ്റ് ടൈപ്പോ ഡക്റ്റബിൾ എ സിയോ സ്പ്ലിറ്റ് എ സിയോ ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാറ്റലോഗ് ഞാൻ സാറിന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ VRV സീരീസ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന VRV സീരീസ് LGയും ഡൈക്കണുമാണ്. ഇവർ രണ്ടുപേരും മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് ബ്രാൻഡ് ഇന്ത്യയിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡ് കാര്യങ്ങളൊന്നും പ്രയാസം ഉണ്ടാകത്തില്ല. ഇന്ത്യൻ ക്ലൈമറ്റിന്റെ രീതിയിലും അതേപോലെ ഇവിടുത്തെ ഫ്ലക്ച്വേഷനും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അപ്പം ഈ പേജ് സാർ നോക്കിയാൽ കാണാം. ഇതുണ്ടോ, സ്പ്ലിറ്റ് കാസറ്റ്, റൗണ്ട് ടൈപ്പ്, വൺ വേ കാസറ്റ്, ഡക്റ്റബിൾ യൂണിറ്റ്, ലോ സ്റ്റാറ്റിക് മെഷീന്. ഈ ഫ്രഷ് എയർ, ഈ AHUവിന്റെ ഒരു പോർഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലൂടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അത്രയും വലിയ യൂണിറ്റുകളൊന്നും ആവശ്യം വരുന്നില്ല. അതൊക്കെ വലിയ പ്ലാന്റിനൊക്കെ വേണ്ടി ഉള്ള ഇതിൽ ആവശ്യം വരും. നമ്മുടെ ഒരു 50 ടണ്ണൊക്കെ വേണ്ട സ്ഥലത്ത് ഇതുപോലെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഒക്കുപ്പൻസി സ്ഥലത്ത് എപ്പോഴുമേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലെങ്കിൽ ഇൻകൺവീനിയന്റ് ആവും അതിനകത്തുള്ള ഒക്കുപ്പൻസിക്ക്. അപ്പൊ അതിനുവേണ്ടി ഫ്രഷ് എയർ ഇൻടേക്കിന് വേണ്ടിയും നമുക്ക് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലൂടെയൊക്കെ ഇപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇങ്ങനത്തെ എല്ലാ യൂണിറ്റും ഈ VRV സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ നമ്മൾ ക്യാബിനകത്തെല്ലാം 4-വേ കാസറ്റ്. അപ്പൊ ഈ കാസറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാം ഒരു 1.5 ടണ്ണും 2 ടണ്ണുമാണ്. 1.5 ടണ്ണ് 2 ടൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കാസറ്റ് AC ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കോമൺ ആയിട്ട് വർക്ക് സ്പേസിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഡക്റ്റബിൾ യൂണിറ്റും ആ ഡക്റ്റബിൾ യൂണിറ്റിൽ ഇരുന്ന് സപ്ലൈ എയർ ഡക്റ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ആ സ്പേസിൽ തന്നെ മെഷീൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ അത് റിട്ടേണർ എടുക്കും. അപ്പോൾ റിട്ടേണറിന് അവിടെ ഇഷ്യൂസസ് വരുന്നില്ല. രണ്ട് മെഷീനും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ, അതായത് ഈ ടേബിളിന്റെ മേളിലോ അങ്ങനെ ഒരു രീതിയിൽ വരുത്താതെ അതിനെ ഒരു ലാഡറിൽ നിന്നുകൊണ്ട് അതിന്റെ ഫിൽട്ടർ, കാരണം ഒരു വർഷത്തിൽ എങ്ങനെയാണേലും ഒരു 2 പ്രാവശ്യം നമുക്ക് ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഉള്ള രീതിയിലാണ് ആ മെഷീന്റെ പൊസിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഇന്റീരിയറിന് ഒരു രീതിയിലും ബാധിക്കത്തില്ല. ഈ ലൈറ്റ്സ് കാര്യങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. കാരണം ഇത് ഒരു ടെൻഡർ ഡ്രോയിങ് ആയതുകൊണ്ട് ഇതിന് ഡക്റ്റിന്റെ കാൽക്കുലേഷൻ വെച്ചല്ല ഡക്ട് വരച്ചിരിക്കുന്നത്. ഡക്ട് ഈ രീതിയിലായിരിക്കും ഡക്ട് എന്നുള്ളത് മാത്രമേ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഈ ഡക്റ്റിന്റെ പ്രോപ്പർ ഡയമെൻഷൻ വെച്ച് വരയ്ക്കുമ്പം അത് ഈ ലൈറ്റിനെയോ ഇതിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ ഒരു ഔട്ട്ഡോർ യൂണിറ്റ്, ഈ ഔട്ട്ഡോർ യൂണിറ്റ് ശരിക്കും ഈ HVAC അല്ലെങ്കിൽ AHUവിന്റെ സ്പേസിലല്ല ഇരിക്കുന്നത്. ഇത് ടെറസിലാണ് ഇരിക്കുന്നത്. ഇതിലിരുന്ന് ഈ പറഞ്ഞ എല്ലാ യൂണിറ്റിലോട്ടും കോപ്പർ പൈപ്പ് പോകും. ഈ VRVയുടെ ഒരു
ഹൈലൈറ്റഡ് ഭാഗം എന്നാന്ന് പറഞ്ഞാൽ ഈ ഇൻഡോറും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ പോകുന്ന കോപ്പർ പൈപ്പ് ഡിസൈൻ ചെയ്യുന്നതിന് ഫോർമുലാസ് ഉണ്ട്. അതേപോലെ ഈ വി ആർ വിയുടെ ഇൻഡോർ യൂണിറ്റും ഈ ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ എത്ര എഫിഷ്യൻസി വേണം, അതായത് ഇപ്പം 100 ടണ്ണ് ആവശ്യമുണ്ടെങ്കിൽ 80 ടണ്ണിന്റെ ഔട്ട്ഡോർ യൂണിറ്റും 100 ടണ്ണിന്റെ ഇൻഡോർ യൂണിറ്റും വെക്കാൻ പറ്റും. അതായത് 120% വരെ എഫിഷ്യൻസി ഈ കംപ്രസറിന് കൊടുക്കാൻ പറ്റും. അതും ഈ വി ആർ വിയുടെ ഒരു അഡ്വാൻറ്റേജാണ്. ഈ കറണ്ട് കൺസംഷൻ എന്നുള്ളത് മാത്രമല്ലാതെ ഈ കപ്പാസിറ്റി നമുക്ക് 100 ഇരുന്ന് 120% എഫിഷ്യൻസി വരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ ടെറസിലാണ് വെക്കുന്നത്. അവിടെ നിന്ന് കോപ്പർ പൈപ്പ് ഒന്നെങ്കിൽ കോർക്കട്ട് ചെയ്ത് സീലിംഗ് വഴി ഇറങ്ങുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണുള്ളത്, കാരണം സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത് നമ്മൾ ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സപ്ലൈ വേണം, 3 ഫേസ് സപ്ലൈ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസസ് ഉണ്ട്. എന്താണെങ്കിലും ഇതൊരു ടെൻഡർ ഡ്രോയിങ് ആയതുകൊണ്ട് നമ്മൾ ആ ഇലക്ട്രിക്കൽ പോയിന്റുകളോ പ്ലംബിംഗ് പോയിന്റോ ഡക്റ്റിന്റെ കറക്റ്റായിട്ടുള്ള സ്കെച്ചോ ഒന്നും പോകുന്നില്ല. പക്ഷെ ഇതാണ് ഓവറോൾ ഒരു പ്ലാന്. ഈ എല്ലാ ഓഫീസ് റൂമിനകത്തും കാസറ്റ്, ഈ കാസറ്റിലോട്ട് പോകാനുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സ്പ്ലിറ്റ് വേണമെങ്കിലും കൊടുക്കാം. സ്പ്ലിറ്റ് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവായിരിക്കും. പക്ഷെ സ്പ്ലിറ്റിലോട്ട് എപ്പോഴും പോകുമ്പം ഈ ഡ്രെയിനേജ് ഒരു ഇഷ്യൂ വരും. ഈ കാസറ്റിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രെയിനേജ് വളരെ ഈസിയാണ്. ഇത് നമുക്ക് സെയിം പാരലായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ചെറിയ മോട്ടർ ഉണ്ടാകും, പമ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡ്രെയിനേജ് പുറത്തോട്ട് കളയും. അതേപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങും എളുപ്പമാണ്. നടുക്കിൽ നിന്നുള്ള ഫിൽട്ടർ ഈസി ആയിട്ട് ഊരി ക്ലീൻ ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ സാറേ, താങ്ക് യു.